ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഡേ മൈ ലൈഫായിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഒരു ഉച്ച വരെയുള്ള ഒരു വീഡിയോ ഒക്കെയാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നിതാ ഇപ്പോൾ രാവിലെയാണ്, നല്ല മഴയൊക്കെയാണല്ലോ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ തറയൊക്കെ ഇങ്ങനെ ചളിയാക്കി ഇട്ടെടുക്കുകയാണല്ലോ. അപ്പം മഴ ഇങ്ങനെ നിന്നിങ്ങനെ നിൽക്കാതെ പെയ്യണോണ്ട് തന്നെ അതൊന്നും ഇങ്ങോട്ട് സെറ്റാവണില്ല. അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പണി ഇങ്ങോട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ പണി തുടങ്ങും കേട്ടോ. സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ അവൻ്റെ ജേഴ്സിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അന്ന് രാവിലെ അവന് സ്കൂളിൽ പോകുമ്പോൾ ഇതായിട്ടാണ് പോണത്. നേരെ അവിടെ നിന്ന് അങ്ങനെ പോവുള്ളൂ എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഒന്നും കൂടി ഉണങ്ങാനുണ്ട്. അപ്പോൾ ഞാനതൊന്നും മറിച്ചിട്ടതാണ് കേട്ടോ, സെറ്റിയിൽ കൊടുത്തിട്ട് തന്നെ ഇട്ടത്. അപ്പോൾ നമ്മൾ മെഷീനിലിട്ടൊന്ന് ഉണക്കിക്കൊണ്ട് തന്നെ ഒന്ന് ഉണങ്ങി കിട്ടി തന്നെ വേണ്ടല്ലോ. പിന്നെ അത് ജേഴ്സി ആണല്ലോ, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ ഇത് ചെയ്യാനൊക്കെ ആക്കി വന്ന് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ അങ്കക്കളത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചെയ്യാനുണ്ടല്ലോ, ഒരു ഇത്തിരി നേരം വഴുകി കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. നേരം വഴുകി എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടാ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നേരം വഴുകിയിട്ടില്ല, 6:30 ആയിട്ടല്ലേ ഉള്ളൂ, വേഗം നിസ്കരിച്ചോ എന്ന് പറഞ്ഞിട്ട് നിസ്കരിപ്പിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞയച്ചുള്ളൂ. അപ്പോൾ അവനൊക്കെ ഇതാക്കി വന്നിട്ട് ഞാനിതാ നമ്മളെ അടുക്കളയിലത്തെ പണികൾക്ക് തുടങ്ങുകയാണ് കേട്ടോ. അന്ന് സ്കൂളുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫുൾ എയറിലാവും. ഒരു 9 മണിക്ക് ശേഷമാണ് താഴെ ഇറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നല്ല തിരക്ക് പിടിച്ച പണികളാവും കേട്ടോ. അപ്പോൾ ക്യാമറ എങ്ങനെ എന്താണെന്നൊന്നും നോക്കണില്ല, ഞാനവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണതാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതൊക്കെ. അപ്പോൾ ഇതാ ലേശം പയറില്ലല്ലോ, നമ്മുടെ പയറുണ്ടല്ലോ, എന്താണെന്നറിയോ, ഉണക്കപ്പയർ. അത് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചോറിലേക്ക് ഒരു കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്, ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിടുന്നുണ്ട്. പിന്നെ നമ്മളിന്ന് ചായക്ക് കടിയായിട്ട് പത്തിരിയാണ് ഉണ്ടാക്കണത്. അതിലേക്ക് കറി, ഉള്ളിക്കറിയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതൊക്കെ മുന്നേ വീഡിയോയിൽ ഞാൻ എപ്പോഴും പറയണതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ എന്താണെന്നൊന്നും ഞാൻ പറയണമെന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ പത്തിരിക്ക് പൊടി വാട്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം വെച്ചിട്ട് അതിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പൊടി അതിലിട്ടിട്ടൊന്നിങ്ങനെ വാട്ടിയെടുക്കും. പിന്നെ നന്നായി കുഴച്ചിട്ട് പിന്നെ അങ്ങോട്ട് പരത്ത് തന്നെ. അങ്ങനെ ഇത് ഐശ്വര്യത്തോടെ തന്നെ നമ്മുടെ തുമ്മൽ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ. അതെല്ലാം അതിലുണ്ട്. ഇവിടെ ഇപ്പോൾ ഭയങ്കര മഴയിടോ, അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണല്ലോ. അപ്പോൾ ഈ തണുപ്പ് അധികമാകുമ്പോൾ നമുക്ക് തുമ്മൽ അധികമാവും, അതാണ് കേട്ടോ പ്രശ്നം. അപ്പോൾ ഇതാ നമ്മുടെ പണികളൊക്കെ അവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ പത്തിരിക്കുള്ള ഉള്ളിക്കറിക്കുള്ള ഉള്ളിയാണ് കേട്ടോ അവിടെ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇത് നമ്മൾ ചോറിനുള്ള വെള്ളം കൂടിയിട്ടൊന്ന് വേഗം വെക്കണുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വാട്ടണുള്ളൂ. പിന്നെ എന്താ ഞാൻ നേരത്തെ വാട്ടിയിരുന്നത്? ഞാൻ വിചാരിച്ച് നേരത്തെ ഞാൻ പൊടിയൊക്കെ വാട്ടി വെച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പൊടി വാട്ടി വെച്ച് എന്നുള്ളതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാനിതാ പത്തിരിക്കുള്ള പൊടി ഇതപ്പോൾ വാട്ടിയെടുക്കണുള്ളൂ കേട്ടോ. അത് വാട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പേരിക്കുള്ള പയറൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ ഇതാ നമ്മൾ പത്തിരിക്കുള്ള കറിക്കും കൂടിയിട്ടുള്ള വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി കട്ട് ചെയ്തതൊന്ന് വേഗം ഉള്ളിക്കറി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മക്കളുടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവിടെ ആക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉള്ളി ഒന്ന് വേഗം വാടി കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതവിടെ അങ്ങനെ സെറ്റായിക്കോളും. എടോ, കുറേ പേർക്കുള്ളൊരു സംശയമാണ് കേട്ടോ, എനിക്ക് എന്താണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയോ എന്നുള്ളത്.
അപ്പോൾ ഞാൻ വിചാരിച്ച് അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമെന്ന്. ഇത് പറയാനുണ്ടായ ഒരു കാരണം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് എന്തായി യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടൽ തുടങ്ങിയ, വരുമാനം കിട്ടൽ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇതിപ്പോൾ കാലം കുറേയല്ലോ തുടങ്ങിയിട്ട്, ഇപ്പോൾ കിട്ടിക്കാണെന്നൊക്കെ അവർ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തായി കിട്ടിയോ, നീ കിട്ടിയിട്ട് ഞങ്ങളോട് പറയാണ്ടാണോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിനെ പറ്റിയിട്ട് നമുക്കൊരു വീഡിയോ തന്നെ ചെയ്യാം. എന്തായാലും നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിൽ ഇതൊക്കെ അങ്ങോട്ട് പറയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ പറയാം, വീഡിയോ കണ്ടോട്ടാ, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയണില്ല എന്ന് പറഞ്ഞിട്ട് അതവിടെ സ്റ്റോപ്പ് ചെയ്ത്. ഇപ്പോൾ വീഡിയോയിൽ ഞാനത് പറയാൻ വിചാരിച്ചു. ഇതിപ്പോൾ എന്തായാലും അവൾ കാണൂട്ടാ. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയോയെന്ന് ചോദിച്ചാൽ വരുമാനം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമുക്കത് എടുക്കാനുള്ള സമയമായിട്ടില്ല. ഇനി കുറച്ചും കൂടി കണ്ട് പോകാനുണ്ട്. ഒരു $100 ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് കയറുള്ളൂ. ഇപ്പോൾ ഡോളർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് 100 ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ അത് ആവാൻ ഇനി കുറച്ചോളോ പെട്ടെന്ന് തന്നെ ആവും. അത് നിങ്ങളും കൂടി ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നാളെ തന്നെ ആവും. അത്രേ ഉള്ളൂ. വീഡിയോ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടോ ചെയ്യാനൊക്കെ. അതൊക്കെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഒക്കെ ഒന്നുകൊണ്ട് സെറ്റാവണ്ടേ. ഞാൻ വിചാരിച്ച് ഇതിന് മുന്നേ ഞാൻ ഈ ഇങ്ങനെ വ്ളോഗ് തന്നെ ഇരുന്നിട്ട് ചെയ്തിരുന്നത്. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ കുറേ ഇങ്ങനെ വ്യൂസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ ഇങ്ങനെ മടിയാണ്. കാരണം ഈ വാച്ച് അവർ കയറും കുറയും. അങ്ങനെ ആകുമ്പോൾ അത് കാണുമ്പോഴേ നമുക്കിങ്ങനെ ഒരു മടുപ്പ് വരുന്നത്. അങ്ങനെ ആയിട്ടാണ് പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്തത്. അങ്ങനെ റിയാക്ഷൻ വീഡിയോയിലൂടെയാണ് കേട്ടോ നമ്മുടെ ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആയത്. അതായി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഞാൻ ആ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന് ഇത് ഇടുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, ഇക്കാക്കും കൂടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിവിടുന്ന് ഈ വോയിസ് എല്ലാം കൂടി ഇക്കാക്ക് വിട്ടു കൊടുക്കും. ഇക്കായാണ് കേട്ടോ ഫുള്ള് എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വിട്ടുതരില്ലേ. അപ്പോൾ ഇക്കാക്ക് അവിടുത്തെ പണിയും ഇതിൻ്റെ ഈ വോയിസ് ഇടലും ചിലപ്പോൾ നാട്ടിൽ വരുന്ന ആ ദിവസങ്ങളിലാവും കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കുക. അപ്പോൾ അത് ഇക്കാക്കും കൂടി ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചൊക്കെ ഡോളറൊക്കെ കണ്ട് കയറി കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വ്ളോഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ പിന്നെ നമ്മൾ വ്ളോഗിലേക്കായിട്ട് വന്നുള്ളത്. അങ്ങനെ നമ്മുടെ പത്തിരിപ്പണിയൊക്കെ അവിടെ പരത്തി വെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ സയാനെ വിളിക്കാനാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഓടിപ്പോയത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ ഓടിപ്പോണത് എങ്ങനെയാണെന്ന് വിചാരിക്കുമല്ലോ നിങ്ങൾ, അതാട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തി. അതുവരെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് പെട്ടെന്ന് വ്ളോഗിലേക്ക് കൊണ്ട് ചാടിയപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. അത് എന്താ നമുക്ക് വ്യൂസ് കിട്ടായിക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. എന്നാലും ശരിയാവും, നമുക്കൊരു പ്രതീക്ഷകളാണല്ലോ, ശരിയാവുമായിരിക്കും. അപ്പം അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പം എന്നോട് അവൾ മാത്രമല്ല, എന്നോട് കുറേ ആൾക്കാർ വേറെയും ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും കൂടിയുള്ളൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. നമ്മുടെ വീഡിയോസ് കാണുകയും ചെയ്യും, അവർക്കുള്ളൊരു ഉത്തരം കിട്ടുകയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഒക്കെ ക്ലിയറായി എന്ന് വിചാരിക്കണേ. എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്തിരിക്കും, അത് ഉറപ്പാണ് കേട്ടോ. പിന്നെ A to Z മുതലുള്ളത് ഞാൻ പറയുകയും ചെയ്യും. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്ന് മുതലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഞാനതെന്തായാലും കയ്യിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും പറയും കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ പത്തിരി ചൂടലും ഒക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് പോകാനായി. അപ്പോൾ ഒരാൾക്ക് കടിയും ഒരാൾക്ക് ചോറുമാണല്ലോ. അപ്പോൾ ചോറാക്കണ ആളുടെ വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തത്. മറ്റാൾക്ക് പിന്നെ വേഗം ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് മറവിയുടെ ഇതുള്ളതുകൊണ്ട് നമുക്ക് ഇതിന് ഇടയിലുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അന്ന് ഇക്ക വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ. ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. നമ്മുടെ വീടിന് കട്ടിലും ജനലൊക്കെ നോക്കാൻ വേണ്ടി പോകണം. ഇരുമ്പിൻ്റെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതും കൂടിയിട്ടൊന്ന് സെറ്റാക്കണം. നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തുടങ്ങണം. ഈ മഴ ഇങ്ങനെ നിൽക്കണോണ്ടാണ് കേട്ടല്ലേ, ഇപ്പോൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ പോയി അതൊക്കെ ഒന്ന് സെറ്റാക്കി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് അതങ്ങോട്ട് ഉറപ്പിച്ചതല്ല കേട്ടോ. നമ്മൾ 1-2 സ്ഥലത്തൊക്കെ പോയിട്ട് നമുക്ക് എവിടെ നിന്നാണ് കുറച്ച് ഇതായിട്ട് കിട്ടുന്നത് അവിടെയാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിലൊക്കെ നമുക്കത് ഇറക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റായി. ഒരാഴ്ചയിൽ 2 ദിവസമല്ലേ നാട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിലാണ് കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണതും സെറ്റാക്കണതും ഒക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.